ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് ചെയ്തിരുന്നു, അതെല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. തുടർന്ന് ഞങ്ങൾ ക്രിയേറ്റിവിറ്റികളായിട്ടുള്ള വർക്കുകൾ ഇന്ന് ആരംഭിക്കുകയാണ്. ഞങ്ങൾ ഇതുവരെ ചെയ്ത ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. തുടർന്ന് ഇന്നൊരു ക്രിയേറ്റീവായ ഒരു വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഞങ്ങൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. തുടർന്ന് നിങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കൂടെ എൻ്റെ അനിയനുണ്ട്. ഞങ്ങളിന്ന് ആദ്യമായിട്ട് യൂട്യൂബ് ചാനല് വീഡിയോ ഒന്ന് തുടങ്ങാൻ പോവാണ്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളിന്ന് ഈ അമ്പലത്തിന്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങളിന്ന് തുടങ്ങാന്ന് വിചാരിച്ച് ഇന്ന് രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. നല്ല മഴയായിരുന്നു, ഇപ്പൊ മഴയൊക്കെ തോന്നുന്നു. ഞങ്ങള് അങ്ങനെ ആരംഭിക്കാൻ പോവുകയാണ്. ദേവിയുടെ സന്നിധി വെച്ചാണ് തുടങ്ങുന്നത്. ശ്രീഭദ്രാദേവി ക്ഷേത്രമാണ് പേരുംതുരത്ത്, ചരിത്ര പ്രസിദ്ധമാണ്. ഇവിടുത്തെ ഉത്സവം വലിയ ഒരു ഉത്സവമാണ്. ഇവിടെ ഉത്സവം ഏറ്റവും വലിയ ഉത്സവം എന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു കായലുണ്ട്. ആ കായലിന്റെ നടുക്കൂടെ ഒരു ആന ഇറങ്ങുന്നതാണ് ഇവിടുത്തെ വലിയ ഉത്സവം. തുടർന്ന് എല്ലാവരെയും സപ്പോർട്ടും ഇതെല്ലാം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും. ഞങ്ങള് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങള് വീട്ടിലോട്ട് പോവുകയാണ്. തുടർന്ന് ഞങ്ങൾ അവിടെ ചെയ്തു വെക്കുന്ന ക്രിയേറ്റിവിറ്റികൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മൾ അമ്പലത്തിൽ നിന്നൊക്കെ ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി നമുക്ക് ഞങ്ങളുടെ വീഡിയോയിലേക്ക് കടക്കാം. ഇതൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങളാണ്. ഇതെന്ന് വെച്ചാൽ ഇത് ബൈൻഡ് വെച്ച് ഉണ്ടാക്കിയാണ്. ഇത് വീടിൻ്റെ പെയിൻ്റാണ് ഫുള്ള്. ഞങ്ങളുടെ വീടിൻ്റെ പെയിൻ്റ് അടിച്ചപ്പോൾ പകുതി ഇതിനും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ഈ ക്രിസ്മസിന് ഞങ്ങൾ ബൈൻഡ് വെച്ച് തന്നെ ഉണ്ടാക്കിയത്. അടിയിലൊരു ഫോം ഷീറ്റിൻ്റെ ബലം കൊടുത്ത് ഇതെല്ലാം വേണ്ട ഇത് തടിക്ക് വരെ ഫോം ഷീറ്റ് കട്ട് ചെയ്ത് വെച്ച് ഉണ്ടാക്കിയെന്ന് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫസ്റ്റ് ഈ മതിലും ഇതൊക്കെ പണിയുന്നതിന് മുമ്പ് നമ്മൾ ഈ വീടിന്റെ ഈ കോൺ ഭാഗവും ഇതെല്ലാം ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ചെടുക്കണം. ഈ ഒട്ടിച്ചെടുത്ത ഭാഗങ്ങളെല്ലാം ഗ്യാപ്പുള്ള ഭാഗം ഈ പേപ്പർ വെച്ച് അടയാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഈ പെയിന്റ് അടിക്കുമ്പോൾ അതിന്റെ ഇടയ്ക്കൊക്കെ ഈ ഊട്ട കണ്ടാൽ ഭയങ്കര പ്രശ്നമാണ്. അത് വൃത്തിയിടാവും, അത് സാധ്യത കൂടുതല. അതുകൊണ്ട് നമ്മൾ പെയിന്റ് അടിച്ച് മൊത്തം ഫിനിഷാക്കി എടുത്ത് അടിയിലൊരു ഫോം ബോർഡ് സെറ്റ് ചെയ്ത് നമുക്ക് ഈ വീടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക, ഒന്ന് മതിലെല്ലാം കെട്ടി നമ്മളെ ഇങ്ങനെ ചെയ്തെടുക്കുക. ഇത് എനിക്ക് നേരത്തെ വീഡിയോ ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ യൂട്യൂബ് തുടങ്ങുന്ന എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ വീഡിയോ ഇടുന്നതായിരിക്കും. ഇതുപോലുള്ള നമ്മള് ഈ വീഡിയോയ്ക്കകത്ത് ഇതേപോലത്തെ ക്രാഫ്റ്റുകളെല്ലാം ഞങ്ങൾ ചേർക്കുന്നതായിരിക്കും. അതുപോലുള്ളൊരു ക്രാഫ്റ്റ് ആയിരുന്നു ഇത്. ഞങ്ങൾ കഴിഞ്ഞ ക്രിസ്മസ് കൂടിന് കടയിൽ മേടിക്കുന്ന അത്ര പോരാഞ്ഞുകൊണ്ട് ഞങ്ങള് ഈ ബൈൻ്റെ അടി കൊടുത്ത് ഞങ്ങള് മൊത്തം ഫസ്റ്റ് ഇത് അടിയിലൊരു പ്ലാറ്റ്ഫോം പോലെ പണിഞ്ഞിട്ട് ഈ കടയിലൊക്കെ കിട്ടുന്ന ഈ മുട്ടത്തോടിന്റെ ഒക്കെ ഈ ഒരു ബൈൻഡ് ഉണ്ടാവും. മുട്ടയുടെ ആ ബൈൻഡ് കൊണ്ട് ഇത് ഇതായി മറ്റേ ഈ കല്ലിന്റെ മോഡലായിട്ട് ഞങ്ങള് ഇങ്ങനത്തെ ഇതെല്ലാം സെറ്റ് ചെയ്ത് നടുക്കൊരു ജനാല കൊടുക്കണം. ജനാല കൊടുത്തിട്ട് ഇവിടെ ഈ ഭാഗത്ത് തടി ഇല്ലെങ്കിൽ നമുക്ക് ഇത് അല്ലാതെ നമുക്ക് ഫോംബോർഡ് കട്ട് ചെയ്ത് ഇങ്ങനൊരു നേരെയുള്ളൊരു കമ്പിയിലാക്കി എടുക്കാം. അങ്ങനെ എല്ലാം മേൽക്കൂരെല്ലാം പണിഞ്ഞ് ഞങ്ങള് ഇത് അടിച്ച പോലെ തന്നെ ഇതിനും പെയിന്റ് ഒന്ന് അടിച്ച് ഇവിടെ എല്ലാം ഒന്ന് വാർണിഷ് ചെയ്തൊന്ന് പോളിഷ് ചെയ്ത് എടുക്കുക. ഇത്രേ ഉള്ളു ഇതിന്റെ പണി. വലിയ റിസ്ക് ഉള്ള പണിയല്ല. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയവും എല്ലാം എടുത്ത ഈ ഒരു സാധനമായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഈ എക്സോസ് ഫാനിനൊരു കട മേടിക്കുമ്പോൾ 750 രൂപയാവും. വലിയ വിലയില്ല, അത്യാവശ്യം നല്ല കാറ്റൊക്കെ കിട്ടുന്ന. ഫസ്റ്റ് ഞങ്ങൾ ഇതെല്ലാം പോകുമ്പോഴാണ് ഫുള്ള് പോകുമ്പോൾ എന്ന് വെച്ചാൽ ഇതിനകത്ത് വെള്ളം നനഞ്ഞ് ഇത് ചോര ഉള്ള സൈഡ് കൂടുതലല്ല. അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ പോകുമ്പോഴും കൊണ്ടെല്ലാം പണിഞ്ഞ് ഇവിടെ ഊട്ടയിടണം. ഊട്ടയിട്ട് എക്സോസ് ഫാൻ ഇറക്കി വെക്കണം. എക്സോസ് ഫാൻ ഇറക്കി വെച്ചിട്ട് നമ്മൾ ഈ സ്വിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വിച്ച് ബാക്കി വെച്ചിട്ട് കണക്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വയറായിട്ട് പ്ലഗ് ആയിട്ട് സെറ്റ് ചെയ്യാം. ഞങ്ങള് ഇവിടെ സ്വിച്ച് കൊടുത്ത് പ്ലഗ് ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്ന. അത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാറ്റ് നമുക്ക് താഴോട്ട് അടിക്കണം, മേളിലോട്ട് അടിക്കണോ നേരെ അടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു വെന്റിലേഷൻ വെക്കുന്നതല്ലേ. ഇതെന്ന് വെച്ചാൽ ഞാൻ കടയിൽ മേടിച്ചല്ല, ഞാൻ തന്നെ ബോർഡ് കട്ട് ചെയ്തിട്ട് ഈർക്കിന്റെ കുറച്ച് പരിപാടി ഉണ്ട്. അതുകൂടെ വെച്ച് ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ താക്കണമെങ്കിൽ ഇങ്ങനെ താക്കാം, പൊക്കണമെങ്കിൽ ഇങ്ങനെ പൊക്കുകയും ചെയ്യാം. അങ്ങനെ കാറ്റടിക്കുകയാണെങ്കിൽ ഇതിനകത്തുനിന്ന് ഇതിന്റെ തണുപ്പ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് കട്ടിയാക്കി
ഇതിന്റെ അകത്ത് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം. ഇറക്കി വെച്ച് കൊടുക്കുമ്പം ഇങ്ങനെ ഞാൻ കാണിച്ചാൽ ഇങ്ങനെ ഈ ഫാൻ ഇടുമ്പം ആണ്ട് ഇങ്ങനെ നല്ല കാറ്റടിക്കും. നമ്മളെ ഒരു കുപ്പി സാമ്പിളായിട്ട് തന്നെ കയറ്റി വെച്ച് തരാൻ. ഈ ഒരു കുപ്പി കാണ്ട് ഇങ്ങനെ കയറ്റി വെച്ച് കാണ്ട് ഇങ്ങനെ കൊടുക്കാണ്. അതിനകത്ത് തണുത്ത വെള്ളമാണ് മെയിനായിട്ടും ഫില്ല് ചെയ്തിരിക്കുന്നത് കുപ്പിക്കകത്ത്. തണുത്ത വെള്ളം വെച്ചാൽ അത്ര നല്ല, അല്ലെ ഐസ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രഷ്. ഇതിനകത്ത് വെച്ചാൽ വെള്ളം മൊത്തവും ഇങ്ങനെ ഒഴുകി നടന്ന് നമ്മൾ എടുത്ത് പൊക്കുമ്പോ വെള്ളമൊക്കെ താഴോട്ട് വീഴാൻ സാധ്യത കൂടുതല. ഇതിങ്ങനെ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അതുകൊണ്ട് നമ്മള് ഇതെന്ന് വെച്ചാ വലിയ വിലയും അങ്ങനത്തെ ഏകദേശം 1000-ന്റെ അകത്ത് നിൽക്കുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇത്. പിന്നെന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഉള്ളു. ഇനി ഇടുന്ന വീഡിയോസ് ഇനി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ കൂളറിന്റെ ഞാൻ എയറിന്റെ ഫ്ലോ കാണിച്ചു തരാം. നമ്മൾ സ്വിച്ച് ഇടുക കണ്ടോ. അത്യാവശ്യം വേണ്ട ഇപ്പൊ നല്ലോണം കാറ്റ് വേണ്ട ഫ്രണ്ടിലോ മുമ്പോട്ടടിക്കുന്നു. അത്യാവശ്യം നമുക്ക് രാത്രി ഓണാക്കി വെച്ച് കിടക്കാൻ പറ്റിയ ഒരു നല്ലൊരു സംഭവമാണ് നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയ കൂളർ. 1000 രൂപയുടെ അകത്ത് നിൽക്കുന്ന ചെലവ് കുറഞ്ഞ ഒരു കൂളറാണ് ഞങ്ങൾ ഇതേപോലത്തെ ഇനി ഞങ്ങൾ ഈ കുറെ ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നതാണ്. ഇനി അതുപോലെ തന്നെ ഞാൻ ഈ ശാസ്ത്രമേളയ്ക്ക് ഉണ്ടാക്കിയ ഒരു വീടായിരുന്നു. കുറെ ആളായി, ചെറുതായിട്ടൊക്കെ നാളായി. ഇതൊക്കെ 2 മണിക്കൂറായിരുന്നു സമയം. അതിന്റെ ഇടയ്ക്ക് ഇരുന്നുണ്ടാക്കിയാണ്. ഇതേപോലത്തെ ഒരു വീടായിരുന്നു ഇത്. ഞാൻ അവിടെ പോയിരുന്നു. ഇവിടെന്ന് വെച്ചാൽ ഇവിടെ ട്രെയിനിങ് എടുത്ത് പഠിച്ച ഒരു വീടാണ്. അത്യാവശ്യം ഇതേപോലെ പണിഞ്ഞിട്ട് ഞാൻ പെയിന്റ് അടിച്ചതാണ്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി ശ്രമിച്ച് പെയിന്റ് അടിച്ചാൽ അത്ര നല്ലതായിട്ട് വരും. അത് ബൈൻഡ്, ഇത് ഫോം ബോർഡ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഏതാ ഇഷ്ടപ്പെട്ടതിന് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇതുപോലെ ഈ മറ്റു വീഡിയോകളും ഞങ്ങൾ ഇനി മുമ്പോട്ട് ഇടുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യും, ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യണമെന്ന്. അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ